വയനാട് ജില്ലയിലെ മീനങ്ങാടി പുൽപ്പള്ളി റോട്ടിലെ ചേലക്കൊല്ലിയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ കാണുന്ന ഫെൻസിങ് കണ്ടോ? കപ്പലിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം മെറ്റീരിയൽ, ഒരു റബ്ബർ അല്ലേ, റബ്ബർ അല്ലേ, എലാസ്റ്റിക് പോലെയുള്ള സാധനം ഉപയോഗിച്ചിട്ടാണ് ഇതിൽ കറണ്ട് കടത്തി വിട്ടിട്ട് വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുകയാണ്. സ്ഥിരം ആന വന്ന് ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥലമായിരുന്നു ഇത്, ആനത്താരയായിരുന്നു. അപ്പോൾ അതിനാണ് ഇതിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത താമസക്കാരി പേരും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയും. മാമിൻ്റെ പേര്? എൻ്റെ പേര് ധന്യ. പിന്നെ സ്ഥിരം ഈ വഴിക്കാ വരുന്നത് ആന. അപ്പോൾ സാറ് ഈ തിരുവനന്തപുരമുള്ള ഒരു സാറാണ് ചെയ്തത്, മോഹൻ സാർ എന്ന് പറയും. അപ്പൊ ഇതൊരു എലാസ്റ്റിക് പോലത്തെ ഒരു സംഭവമാണ്. ഈ 24 മണിക്കൂർ കറണ്ട് ഉണ്ടാവും. പിന്നെ ആന വരുമ്പോ സൗണ്ടും ഉണ്ടാവും. പിന്നെ ക്യാമറ ഒക്കെ ഓണാണ് 24 മണിക്കൂർ. എല്ലാം സൗണ്ടും എല്ലാം ഉണ്ടാവും. ഏത് ജീവികൾ വരും, ആന എന്നല്ല, ഏത് ജീവികൾ വന്നാലും ഈ അലാറം അടിയുകയും ചെയ്യും, അറിയാൻ പറ്റുകയും ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് അറിയാൻ പറ്റിയല്ലോ, സ്ക്രീനിൽ കാണാം. കാണാം സ്ക്രീനിൽ. പിന്നെ ഞങ്ങൾക്ക് അറിയാലോ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാന്നെങ്കിൽ വരുന്നുണ്ട് എന്ന് അറിയാൻ പറ്റിയല്ലോ. അപ്പൊ ഇതിനെ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോക്ക് അടിച്ചിട്ട് പോവുക ചെയ്യാം. അല്ല, തട്ടുന്നതിന് മുന്നേ ഈ സൗണ്ടും കറണ്ടും ഒക്കെ ഉണ്ടാകില്ല. ലൈറ്റ് അടിക്കും, രാത്രിയാണെങ്കിലും ഫുള്ള് ലൈറ്റ് ആണ്. അപ്പൊ മാറി നിൽക്കില്ല ആന. വെളിച്ചം കണ്ട അങ്ങോട്ട് മാറി നിൽക്കൂ. അപ്പൊ മറ്റു ജീവികൾ വരികയാണെങ്കിൽ അറിയാൻ പറ്റും. ഈ സൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഷോക്ക് അടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല, അല്ലാതെ തന്നെ മാറിക്കോളും, ലൈറ്റിംഗ് ഉള്ളത് കൊണ്ട്. 1 വർഷം ഇത് വെച്ചിട്ട് 1 വർഷം കഴിഞ്ഞ് അതിനുശേഷം ആനയുടെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല. ഇത് വെച്ചതിന് ശേഷം ഒരു വന്യമൃഗത്തിന്റെ ശല്യം ഉണ്ടായിട്ടില്ല, വന്നിട്ടില്ല. എന്തായാലും ഈ ഫെൻസിങ് പൊളിച്ചിട്ട് ഇങ്ങോട്ട് ആന കയറിയിട്ടില്ല പിന്നെ 1 വർഷമായിട്ട്. ഇതിന്റെ അടുത്ത് വരെ വന്ന് പിന്നെ ഇങ്ങോട്ട് വന്നില്ല. ഈ സൗണ്ടും ഇതൊക്കെ കേട്ടിട്ട് അതിലെ തിരിച്ചു പോയി. കാട്ടിലെന്തോ സംഭവിക്കണ്ട്. കാട്ടിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്നില്ലല്ലോ. ഇനി ആരെങ്കിലും വന്നിട്ട് കാട്ടിലുള്ളതെല്ലാം പറിച്ചുകൊണ്ട് പോവാണോ? കാട്ടിലെ മരങ്ങളുണ്ടോ ഉൾക്കാട്ടിൽ? ഇതൊന്നും നമുക്കറിയില്ല. എന്തോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ അപ്പൊ സാർ, ഓക്കെ.